60,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും കുടിയേറ്റം ആരംഭിച്ച മനുഷ്യൻ ഭൂഖണ്ഡങ്ങൾ കടന്ന് വാസയോഗ്യമായ പ്രദേശങ്ങളിൽ ചെന്ന് പാർത്തു. ഭക്ഷണ ലഭ്യതയ്ക്കായും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസൃതമായും കൂട്ടത്തോടെ പലായനം ചെയ്ത് മൃഗങ്ങളും പക്ഷികളും ചെറുജീവികൾ പോലും കുടിയേറ്റത്തിലൂടെ അതിജീവനം നടത്തുന്നു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയുള്ള പുറപ്പാട് മനുഷ്യചരിത്രത്തിലെക്കാലവുമുണ്ട്. പിറന്ന നാടിൻ്റെയും ലാളിച്ചു വളർത്തിയ പുണ്യകരങ്ങളുടെയും ഓർമ്മകളുമായി തലമുറകൾ കൂടുമാറുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന മനുഷ്യ കുടിയേറ്റങ്ങളുടെ ഫലമായാണ് പ്രബല രാജ്യങ്ങളും സംസ്കാരങ്ങൾ പോലും രൂപപ്പെട്ടത്. കുടിയേറ്റം എക്കാലത്തും യാതനാപൂർണമാണ്. അതിൻ്റെ ഫലം പുതിയൊരു ജനതയുടെയും സംസ്കാരത്തിൻ്റെയും ഉദയമാണ്. നമ്മുടെ കൊച്ചു കേരളവും കുടിയേറ്റത്തിന് സാക്ഷിയായിട്ടുണ്ട്. മാനവരാശിയുടെ മേൽ സർവനാശം വിതച്ചുകൊണ്ട് 1ഉം 2ഉം ലോകയുദ്ധങ്ങൾ അവസാനിച്ചപ്പോൾ ലോകമെമ്പാടും ദുരിതങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും നിറഞ്ഞു പെരുകി. കൊടിയ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാ രാജ്യങ്ങളിലേക്കും പടർന്നു കയറി പിടിമുറക്കി. കൂട്ടത്തോടെയുള്ള പട്ടിണി മരണം സാധാരണ സംഭവമായി. തിരുവിതാംകൂറിലേക്കും അതിൻ്റെ തിരമാലകൾ ഇരമ്പിക്കയറി. ഭക്ഷ്യക്ഷാമം, കൃഷിഭൂമിയുടെ ലഭ്യതക്കുറവ്, ഭരണാധികാരികളുടെ ക്രൈസ്തവ വിരുദ്ധ നയങ്ങൾ എന്നിവയെല്ലാം മലബാർ കുടിയേറ്റത്തിൻ്റെ കാരണങ്ങളാണ്. മധ്യ തിരുവിതാംകൂറിലെ കോട്ടയം, എറണാകുളം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ സാഹസികന്മാരായ സുറിയാനി ക്രിസ്ത്യാനികൾ കിഴക്കോട്ട് ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ചിലേക്കും വടക്കോട്ട് ഭാരതപ്പുഴ കടന്ന് മലബാറിലേക്കും യാത്രയായി. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപെറുക്കി കയ്യിൽ കിട്ടിയതെല്ലാം വാരിയെടുത്ത് അന്നം തേടി, അന്നം വിളയുന്ന മണ്ണു തേടിയുള്ള ദുരിതയാത്രയായിരുന്നു അത്. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മലബാർ കുടിയേറ്റം ആരംഭിക്കുന്നത് 1926-ലാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന സ്ഥലത്തേക്കാണ് ആദ്യ കുടിയേറ്റ കർഷകർ യാത്രയായത്. തുടർന്ന് 1928-ൽ കോളയാട്, ആലക്കോട്, പേരാവൂർ, വായാട്ടുപറമ്പ് എന്നിവിടങ്ങളിലേക്ക്, 1930-ൽ കുളത്തുവയൽ, മാനന്തവാടി, 41-ൽ എടൂർ, 42-ൽ തിരുവാമ്പാടി, 43-ൽ ചെമ്പേരി, രാജപുരം, 45-ൽ തോമാപുരം എന്നിങ്ങനെ കുടിയേറ്റ കേന്ദ്രങ്ങൾ വർദ്ധിക്കുകയും കർഷകർ തങ്ങളുടെ ജീവസന്ധാരണത്തിനായുള്ള കഠിന ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. മലബാർ കുടിയേറ്റത്തിൻ്റെ ആദ്യനാളുകൾ യാതനാപൂർണങ്ങളായിരുന്നു. ഒട്ടേറെ കുടിയേറ്റ കർഷകരുടെ രക്തവും വിയർപ്പും അഗ്നികണങ്ങളായി ഈ മണ്ണിൽ ഉതിർന്നു വീണിട്ടുണ്ട്. ഒരുതരം പൊരുതലായിരുന്നു അവരുടെ ജീവിതം. രോഗങ്ങൾക്കും പട്ടിണിക്കും കാട്ടുമൃഗങ്ങൾക്കും ചൂഷണത്തിനുമെതിരായുള്ള പൊരുതൽ. വെള്ളരിക്കുണ്ടിൽ 1948-49 കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. 2 വയസ്സുള്ളൊരു കുട്ടി കടുത്ത ജ്വരം ബാധിച്ച് മരണാസന്നനായി. അവശനായ കുഞ്ഞിനെ 14 മൈൽ നടന്ന് പിന്നെ ബോട്ടിൽ 20 മൈൽ സഞ്ചരിച്ച് കാഞ്ഞങ്ങാടുള്ളൊരു ക്ലിനിക്കിലെത്തിച്ചെങ്കിൽ ആ കുരുന്നു ജീവൻ രക്ഷിക്കാനായില്ല. ആ അമ്മ വാവിട്ട് കരഞ്ഞു. മരവിച്ച ആ ശരീരം തലോടി പരീക്ഷണനായി ആ പിതാവിരുന്നു. പിന്നെ ആ ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഒരു ഹാർഡ്ബോർഡ് പെട്ടിയിൽ കിടത്തി. സ്വന്തം കുഞ്ഞിൻ്റെ ജീവനറ്റ ശരീരം കിടത്തിയിരിക്കുന്ന പെട്ടിയുമെടുത്ത് ആ ഹതഭാഗ്യൻ കാഞ്ഞങ്ങാട് ടൗണിലൂടെ നടന്നു. കൽക്കരി കൊണ്ട് പ്രവർത്തിക്കുന്ന പുരാതനമായൊരു ടെമ്പോ വാൻ കാഞ്ഞങ്ങാട് നിന്ന് വെള്ളരിക്കുണ്ടിലേക്ക് സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. തേങ്ങിക്കരഞ്ഞുകൊണ്ട് പിന്നാലെ വരുന്ന ഭാര്യയോട് അയാൾ പറഞ്ഞു, ഈ പെട്ടിയിൽ ഒരു ശവമുണ്ടെന്നറിഞ്ഞാൽ ആരും നമ്മെ വണ്ടിയിൽ കയറ്റില്ല. ഒന്ന് കരയാൻ പോലും നിർവാഹമില്ലാതെ ആ അമ്മ ഉരുകി. വിങ്ങിപ്പൊട്ടിപ്പോകുമെന്ന് തോന്നിയപ്പോഴൊക്കെ ആ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ കരം ചേർത്ത് പിടിച്ച് തളർന്നൊരു നോട്ടത്താൽ കരയരുത് എന്ന് വിലക്കി. കാട്ടുവഴിയിലൂടെ കല്ലിൽ നിന്ന് കല്ലിലേക്ക്, ചെളിയിലൂടെ ഇഴഞ്ഞു നീങ്ങിയ ദുർഘടയാത്ര. ഒടുവിൽ വെള്ളരിക്കുണ്ടിലെത്തിയപ്പോൾ സർവ്വനിയന്ത്രണങ്ങളും വിട്ട് ഒരു ഉന്മാദിനിയെപ്പോലെ ആ അമ്മ നെഞ്ചു നീറി കരയുന്ന കാഴ്ച ഭാരമുള്ള ഒരു ഓർമ്മയാണ്.
മധ്യ തിരുവിതാംകൂറിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ കർഷകരെ ഒരുമിപ്പിച്ചത് അവരുടെ തീക്ഷ്ണമായ ക്രിസ്തീയ വിശ്വാസമാണ്. ക്രിസ്തീയതയിൽ തങ്ങളൊന്നാണ് എന്നുള്ള ബോധം കുടിയേറ്റത്തിൻ്റെ ഏകാന്തതയും ഭീഷണികളും ദാരിദ്ര്യവും മറികടക്കാൻ അവരെ ബലമുള്ളവരാക്കി. ഉറപ്പുള്ള വിശ്വാസത്തിന്മേൽ അവർ ഷെഡുകൾ സ്ഥാപിച്ച് ആരാധന നടത്തി. 1949 സ്ഥാപിച്ച തരിയോട് പള്ളിയാണ് കുടിയേറ്റക്കാരുടെ ആദ്യത്തെ ഇടവക ദേവാലയം. കുടിയേറ്റക്കാരെ ആത്മീയ ഭൗതിക തലങ്ങളിൽ സഹായിക്കുവാൻ കോഴിക്കോട്, മംഗലാപുരം രൂപതകളിൽ നിന്നും കർമ്മലീത്ത സഭയിൽ നിന്നും വൈദികർ എത്തിക്കൊണ്ടിരുന്നു. കാട്ടുപാതകളിലൂടെ കാൽനടയായി അനേകം മൈലുകൾ താണ്ടി കുടിയേറ്റ കേന്ദ്രങ്ങളിലെത്തി ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ ആ ധീര പടയാളികളാണ് അവിഭക്ത തലശ്ശേരി അതിരൂപതയുടെ പുലർക്കാല ആത്മീയ തേജസ്സുകൾ. 1950കളിൽ മലബാർ കുടിയേറ്റ ക്രൈസ്തവർക്കായി ഒരു സുറിയാനി രൂപത സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നു. ഏതാണ്ട് 100ഓളം കുടിയേറ്റ കേന്ദ്രങ്ങളിലായി 84,000-ഓളം സുറിയാനി കത്തോലിക്കർ അപ്പോൾ മലബാറിലുണ്ടായിരുന്നു. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളും കർണാടകത്തിലെ ബെൽത്തങ്ങാടി, മാണ്ഡ്യ, ഹസൻ, ചിക്മംഗ്ളൂർ, ഷിമോഗ, ഭദ്രാവതി ജില്ലകളും തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയും ഉൾപ്പെടുത്തി 1953 ഡിസംബർ 31 കുടിയേറ്റക്കാർക്ക് വേണ്ടി തലശ്ശേരി ആസ്ഥാനമാക്കി ഒരു രൂപത സ്ഥാപിച്ചുകൊണ്ട് 12ാം പീയൂസ് മാർപ്പാപ്പ കൽപ്പനയിറക്കി. പാലാ രൂപതാംഗമായിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയായിരുന്നു പുതിയ രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ. 1954 മാർച്ച് 19 അദ്ദേഹം രൂപതയുടെ ചുമതല ഏറ്റെടുത്തു. 6 മാസങ്ങൾ കൊണ്ട് തൻ്റെ വിശാലമായ രൂപതയിലെ പ്രധാനപ്പെട്ട കുടിയേറ്റ കേന്ദ്രങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. പുരോഹിതരുടെ ആത്മീയ നേതൃത്വം കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് ആവശ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിതാവിൻ്റെ അഭ്യർത്ഥന പ്രകാരം പാല, ചങ്ങനാശ്ശേരി, തൃശൂർ, എറണാകുളം രൂപതകളിൽ നിന്നും കർമ്മലീത്ത സഭയിൽ നിന്നും തീഷ്ണമതികളായ 16 പുരോഹിതർ കുടിയേറ്റക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തലശ്ശേരി രൂപതയിൽ ചേർന്നു. വൈദികരുടെ നേതൃത്വം ലഭിച്ചതോടുകൂടി കുടിയേറ്റ ജനതയുടെ സംഘബോധമുണർന്നു. ഇല്ലായ്മയിലേക്കും പട്ടിണിയിലേക്കും അരക്ഷിതാവസ്ഥകളിലേക്കും കൂപ്പുകുത്തിപ്പോയ ഒരു ജനതയുടെ ഉയിർത്തെഴുന്നേൽപ്പായിരുന്നു അത്. പള്ളികൾ, പള്ളിക്കൂടങ്ങൾ, വൈദ്യുതി, ടെലിഫോൺ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, റോഡുകൾ, പാലങ്ങളെല്ലാം കുടിയേറ്റ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സഹ്യപർവ്വത നിരകളുടെ താഴ്വാരങ്ങളിലെ കറുത്ത മണ്ണ് റബ്ബർ, തെങ്ങ്, കവുങ്ങ്, കശുമാവ്, കാപ്പി, തേയില എന്നിങ്ങനെയുള്ള നാണ്യവിളകളുടെ കൃഷിഭൂമിയായി. കാട്ടുമൃഗങ്ങളും മലമ്പനിയും ജന്മിത്വ ക്രൂരതകളും മേഞ്ഞു നടന്നിരുന്ന വടക്കൻ മലബാറിൻ്റെ മലമ്പ്രദേശങ്ങൾ മനുഷ്യവാസമുള്ള സൗന്ദര്യപൂർണങ്ങളായ ഗ്രാമങ്ങളായി മാറുകയായിരുന്നു. 1955 ജനുവരി 8 മാർ വള്ളോപ്പള്ളി പിതാവിനെ റോമിൽ വെച്ച് കർദിനാൾ ടിസറാങ് തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാനായി അഭിഷേകം ചെയ്യുന്നു. അതുവരെ മൗണ്ട് പ്ലസന്റ് വില്ല എന്ന വാടക വീട്ടിൽ താമസിച്ചിരുന്ന പിതാവും സഹപ്രവർത്തകരും 1957 ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വീടും പറമ്പും വില കൊടുത്തു വാങ്ങി. അങ്ങനെ പുൽപ്പരപ്പിൽ കാറ്റാടി മരങ്ങൾ വളർന്നു നിൽക്കുന്ന അറബിക്കടലിൻ്റെ മനോഹര തീരത്ത് തലശ്ശേരി രൂപത അവളുടെ ഹൃദയഭവനമുറപ്പിച്ചു. ഇപ്പോഴത്തെ മൈനർ സെമിനറിയും കത്തീഡ്രൽ ദേവാലയവും സ്ഥിതി ചെയ്യുന്ന സ്ഥലം വള്ളോപ്പള്ളി പിതാവ് വില കൊടുത്ത് വാങ്ങിയതാണ്. 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ബ്രിട്ടീഷ് ക്ലബ്ബായിരുന്ന ഈ പൗരാണിക സൗധം പുരോഹിത പരിശീലനത്തിൻ്റെ ഗുരുകുലമായിരിക്കുന്നു. ഇവിടെ പ്രപഞ്ചം നിറയുന്ന അപാര സ്നേഹത്തിൻ്റെ വിശാലത ചക്രവാളങ്ങളോളവും പരന്നു കിടക്കുന്നു. ഇതിൻ്റെ മറുകരയിൽ മധ്യപൂർവ്വദേശത്ത് നിന്ന് വരുന്ന കാറ്റിൻ്റെ ഹുങ്കാരത്തിൽ
കുരിശിൽ മരിച്ചൊരു യുവാവിൻ്റെ വചനങ്ങളുടെ മുഴക്കമുണ്ട്. 35 വർഷത്തെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് ശേഷം 1989 ഫെബ്രുവരി 18 മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി രൂപതാ ഭരണത്തിൽ നിന്ന് വിരമിച്ചു. പിൻഗാമിയായി 1989 മെയ് 1 മാർ ജോർജ് വലിയമറ്റം അഭിഷിക്തനായി. തൻ്റെ ഉത്തരവാദിത്തങ്ങളോടെല്ലാം തികഞ്ഞ പ്രതിബദ്ധതയുള്ളവനും പാവങ്ങളോടും അവഗണിക്കപ്പെട്ടവരോടും കരുണയുള്ളവനുമായിരുന്നു വലിയമറ്റം പിതാവ്. എളിമയും വിനയവുമുള്ള നല്ല ഇടയനായി രൂപത മുഴുവൻ ഓടി നടന്നു രൂപതയെ അതിൻ്റെ കൗമാരഘട്ടത്തിൽ വളർത്താൻ മുമ്പിൽ നിന്ന് നയിച്ചു. 1995 ജൂലൈ 7 തലശ്ശേരി രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടു. വടക്കൻ മലബാറിലെ സുറിയാനി സഭയ്ക്ക് ആഗോള സഭ നൽകിയ അംഗീകാരമായിരുന്നു അത്. 2014 ഒക്ടോബർ 30 അതിരൂപതയുടെ ദ്വിതീയ മെത്രാപ്പോലിത്തായായി മാർ ജോർജ് ഞരളക്കാട്ട് നിയോഗിക്കപ്പെട്ടു. തുറന്ന ഇടപെടലുകളും പിതൃതുല്യമായ സമീപനങ്ങളും ദൈവജനത്തിനും വൈദികർക്കും അദ്ദേഹത്തെ സ്വീകാര്യനാക്കി. കൃഷിയെ സ്നേഹിക്കുകയും കർഷകർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. പക്വതയും ആർജവത്വവുമുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വ ശൈലി ഈ അതിരൂപതയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ ശുശ്രൂഷയുടെ 7 വർഷങ്ങൾ പൂർത്തിയാക്കി വിരമിക്കുമ്പോൾ കർമ്മനിരതവും പ്രതിബദ്ധതയുള്ളൊരു മേൽപ്പട്ടക്കാരനെ ഈ അതിരൂപത തിരിച്ചറിയുന്നു. നിറമനസ്സോടെ ആദരമർപ്പിക്കുന്നു. തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനായി 2017 നവംബർ 8 അഭിഷിക്തനായ മാർ ജോസഫ് പാമ്പ്ളാനി ചരൾ ഇടവകാംഗമാണ്. അദ്ദേഹം ആരംഭിച്ച ആൽഫ തിയോളജിയ എന്ന ബൈബിൾ ദൈവശാസ്ത്ര പഠന പദ്ധതി ഇന്ന് ഭാരതത്തിന് അകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ബൈബിൾ പഠിതാക്കളെ ആകർഷിക്കുന്നു. തലശ്ശേരി അതിരൂപതയുടെ 3ാമത്തെ മെത്രാപ്പോലീത്ത ആയും സീറോ മലബാർ സഭാ സിനഡിൻ്റെ സെക്രട്ടറിയായും ഉയർത്തപ്പെട്ട അദ്ദേഹത്തിലൂടെ അതിരൂപതയ്ക്ക് ലഭിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. 2018 റോമിൽ വച്ച് നടന്ന ആഗോള യുവജന സമ്മേളനത്തിലും 2020 ബെൽജിയത്ത് വച്ച് നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിലും സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നടത്തിയ ഉജ്ജ്വല പ്രഭാഷണവും അവതരിപ്പിച്ച പണ്ഡിതോചിതമായ പ്രബന്ധവും ഏറെ പ്രശംസിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കോവിഡ് കാലത്ത് അതിരൂപതയിലുടനീളം നടത്തിയ സാമൂഹിക ഇടപെടലുകൾ അദ്ദേഹത്തെ കാരിത്താസ് ഇന്ത്യയുടെ അവാർഡിന് അർഹനാക്കി. പാണ്ഡിത്യവും ഭരണപാടവവും ഒത്തിണങ്ങിയ പാമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തെ തലശ്ശേരി അതിരൂപത പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു. അദ്ദേഹത്തിന് അഭിവാദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. 1920കളിൽ ഏറെ പരിമിതികളുടെയും അവ്യക്തതകളുടെയും ദുരിതങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച കൂടുമാറ്റം അവഗണിക്കപ്പെട്ടു പോകുമായിരുന്ന മലബാറിൻ്റെ മലമ്പ്രദേശങ്ങളെ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളുമാക്കി മാറ്റി. ഇന്ന് 6 രൂപതകളിലായി 1.5 ലക്ഷത്തോളവും കുടുംബങ്ങളും 7 ലക്ഷത്തോളവും ക്രൈസ്തവരുമുള്ള വടക്കൻ കേരളത്തിലെ സുറിയാനി സഭയായിരിക്കും. മധ്യ കേരളത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും കൃഷിഭൂമിയുടെ ദൗർലഭ്യവും വർദ്ധിച്ചപ്പോൾ കാലങ്ങളേറെ താണ്ടി അവർ ഇവിടെയെത്തി. സഹ്യപർവ്വത നിരകളുടെ ഫലഭൂയിഷ്ഠമായ താഴ്വാരങ്ങളിൽ അവർ തങ്ങളുടെ പാർപ്പിടങ്ങൾ കണ്ടെത്തി. പകർച്ചവ്യാധികളെ, മാരക രോഗങ്ങളെ, കാട്ടുമൃഗങ്ങളെ, പ്രകൃതിക്ഷോഭങ്ങളെ, എല്ലാ അസൗകര്യങ്ങളെയും മറികടന്ന് ഒരു തലമുറയെ വളർത്താൻ അവർ കഠിനാധ്വാനം ചെയ്തു. 1000 മനുഷ്യർ, നമ്മുടെ പിതാക്കന്മാർ, അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ മലബാറിൻ്റെ മണ്ണിൽ വീണു മരിച്ചിട്ടുണ്ട്. ശൈലാഗ്രത്തിൽ നിന്നൊഴുകി വരുന്ന നീർച്ചാലുകൾ താഴ്വാരങ്ങളെ സമ്പന്നമാക്കുന്നത് പോലെ അവരുടെ കർമ്മപുണ്യങ്ങൾ നമ്മുടെ വളർച്ചയുടെ ജലവും ലവണവുമായിരിക്കും. കർമ്മധീരരായ അവർക്ക് മരണമില്ല. അവർ അവശേഷിപ്പിച്ച ദൈവവിശ്വാസത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും കഠിനാധ്വാനത്തിൻ്റെയും സംസ്കാരം മരിക്കുന്നില്ല, നിലനിൽക്കും, പരമ്പരയായി.